വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വം കോട്ടയം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രേഷ്ഠരായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിശ്വരൂപ സംഗീതോത്സവവും വിശ്വരൂപ സംഗീത പുരസ്കാരദാനവും നടന്നു. ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തി ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ. പഞ്ചരത്ന കീർത്തനാലാപനത്തോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ തിരുവിഴ ജയശങ്കർ, വൈക്കം രാജമ്മാൾ, കോട്ടയം വീരമണി തുടങ്ങിയ സംഗീത രംഗത്തെ പ്രഗത്ഭരായ നിരവധി സംഗീതജ്ഞർ പങ്കെടുത്തു. ശേഷം നറുക്കെടുപ്പിലൂടെ വിശ്വരൂപ സംഗീത പുരസ്കാര ജേതാവിനെ കണ്ടെത്തി. PJ പത്മകുമാറിന്റെ ശിഷ്യനും തൃപ്പൂണിത്തുറ RLV കോളേജ് മുൻ അധ്യാപകനുമായ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരിയാണ് വിശ്വരൂപ സംഗീത പുരസ്കാരത്തിന് അർഹനായത്. ക്ഷേത്രസമിതി സെക്രട്ടറി പ്രദീപ് ചന്ദ്രൻ സ്വാഗതം അറിയിച്ച പുരസ്കാരദാന ചടങ്ങിൽ സംഗീത കുലപതി തിരുവിഴ ജയശങ്കർ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരിക്ക് ആശംസകൾ അറിയിച്ചു. ഈ പുരസ്കാരം അർഹതപ്പെട്ടവർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്നും മാധവൻ നമ്പൂതിരി യോഗ്യനായ ഒരു കലാകാരനാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ യോഗ്യനായ ഒരു കലാകാരൻ, വളരെ ഈ പുരസ്കാരത്തിന് ഏറ്റവും വളരെ പരമയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് മാധവൻ നമ്പൂതിരി. TV ശങ്കരാചാര്യൻ്റെ വാത്സല്യ ശിഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാണി, ആ ശൈലി, ആ പാട്ടിൽ അത് എങ്ങനെ പാടണം, എങ്ങനെ കച്ചേരി കൊണ്ടുപോകണം, എങ്ങനെ അത് മുമ്പിലിരിക്കുന്നവർക്ക് എങ്ങനെ രസിക്കണം, എങ്ങനെയുള്ള ഒരു കഴിവ് അത് മാധവൻ നമ്പൂതിരിക്കുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരിക്ക് വിശ്വരൂപ സംഗീത പുരസ്കാരം നൽകി. ഭാരതം ഒരു യുദ്ധമുഖം നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഈ സംഗീതോത്സവം നമ്മുടെ ധർമ്മത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് പുരസ്കാര സമർപ്പണത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു. സനാതന ധർമ്മം വളർത്താൻ കലയെ ബഹുമാനിക്കുന്ന പരിപാടികൾ ഇനിയും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ രാഷ്ട്രമുഖത്ത് യാതൊരുവിധമായ മനോവേദനയ്ക്കും പരാജയത്തിനും കാരണമുണ്ടാവാതെ എല്ലാ വിജയങ്ങളും ഭഗവാൻ നൽകണമെന്ന അപേക്ഷയാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും കുലപതികളായ ആ മഹാപ്രതിഭാശാലികൾ പണ്ഡിതാഗ്രേസരന്മാരെ തങ്ങളുടെ സംഗീത അർച്ചന ഭഗവാനെ കർമ്മോത്സുകനാക്കിക്കൊണ്ട്, നമുക്കറിയാം വിശ്വരൂപനായ ഭഗവാൻ തൻ്റെ വിശ്വരൂപ പ്രദർശനം ശത്രുക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, നമ്മുടെ നാടിനെ സജ്ജമാക്കുവാൻ അവിടുത്തെ എല്ലാ അനുഗ്രഹവും ഇതുണ്ടാവും. ഒരു കലാകാരനെ തേടിയെത്തുന്ന പുരസ്കാരം ഏറെ വിലപ്പെട്ടതാണെന്ന് പുരസ്കാരം സ്വീകരിച്ച ശേഷം മാധവൻ നമ്പൂതിരി പറഞ്ഞു. നമുക്ക് കിട്ടുന്ന ഏത് പുരസ്കാരവും, നമ്മളെ തേടിയെത്തുന്ന ഏത് പുരസ്കാരവും നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ അത്യധികം അഭിമാനിക്കുന്നു. മറ്റ് പുരസ്കാരങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പറഞ്ഞു നമ്മളിത് നറുക്കിട്ട് എടുക്കുന്നതാണ്, അതിൽ പ്രത്യേകം സന്തോഷം. അതുപോലെ തന്നെ നമ്മളൊക്കെ അത്യധികം ബഹുമാനിക്കുന്ന ജയശങ്കർ സാറ്, രാജമ്മൾ ടീച്ചർ, മാതങ്കി ടീച്ചർ, വീരമണി തുടങ്ങി നമ്മുടെ കോട്ടയത്തെ പ്രമുഖ കർണാടക സംഗീതജ്ഞരെല്ലാവരുടെയും സാന്നിധ്യത്തിൽ എനിക്കിത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. തുടർന്ന് അദ്ദേഹത്തിന്റെ സംഗീത കച്ചേരിക്കും സദസ്സ് സാക്ഷ്യം വഹിച്ചു. വിശ്വരൂപ
വിശ്വരൂപോത്സവത്തിൽ പങ്കെടുത്ത പ്രഗത്ഭരായ സംഗീതജ്ഞർ അവാർഡ് ജേതാവ് മാധവൻ നമ്പൂതിരിക്കും വർഷങ്ങളായി വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്ന ഈ പരിപാടിക്കും ആശംസകൾ അറിയിച്ചു. കോട്ടയം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കാറുള്ള വിശ്വരൂപ സംഗീതോത്സവത്തിനോടനുബന്ധിച്ച് വിശ്വരൂപ സംഗീതരത്ന എന്നൊരു പുരസ്കാരം നൽകി വരുന്നു. ഇപ്രാവശ്യത്തെ ഈ പുരസ്കാരത്തിന് ഞാനാണ് അർഹനായത്. അതിലതീവ സന്തോഷമുണ്ട്. ഏത് പുരസ്കാരവും കലാകാരന്മാർക്ക് പ്രചോദനമാകും. ഈ പുരസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ പുരസ്കാരങ്ങളും ഏതെങ്കിലും ഒരു കമ്മിറ്റി ആണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കാറുള്ളത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ പുരസ്കാരം അമ്പലത്തിൽ ഭഗവാന്റെ മുമ്പിൽ നറുക്കിട്ടാണ് പുരസ്കാര ജേതാവിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ പുരസ്കാരം മറ്റുള്ള പുരസ്കാരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കുന്നു. ഈ പുരസ്കാരം വർഷാവർഷം ഇനിയും ഒട്ടനവധി കലാകാരന്മാർക്ക് ലഭിക്കുമാറാകട്ടെ. ടി വി ശങ്കരനാരായണൻ പറഞ്ഞൊരു വലിയ സംഗീത വിദ്വാനുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. ടി വി ശങ്കരനാരായണൻ്റെ ശിഷ്യനെ, വലിയ ശിഷ്യനാണ്. വളരെ എനിക്ക് അന്ന് മുതലേ അറിയാം. ശങ്കരനാരായണൻ എവിടെ കച്ചേരിക്കുണ്ടെങ്കിലും നമ്മുടെ മാധവൻ നമ്പൂരിയെ കൂട്ടിക്കൊണ്ട്, ഇവിടെയൊക്കെ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും മാധവൻ നമ്പൂരിയെ കൂട്ടിക്കൊണ്ട് പോകും. അത്രയ്ക്ക് സ്നേഹവും വാത്സല്യവും ആ ശിഷ്യനോടും ഉണ്ടായിരുന്നു. മരിക്കുന്നവരെ ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഗുരുനാഥൻ പാടുന്നതിൻ്റെ അടുക്കലിരുത്തി ശിഷ്യനെ കൊണ്ട് തനിയായി പാടിപ്പിക്കുകയും ചെയ്യും. അത് അത്ര പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ഗുരുനാഥനായിരുന്നു. അപ്പോൾ ആ ഒരു ശൈലി, ആ ബാണി, അദ്ദേഹം ഒരു ശുദ്ധ സംഗീതത്തിൻ്റെ ആളായിരുന്നു. അപ്പോൾ ആ ബാണി തുടർന്ന് പോകുന്ന ഒരു വലിയ കലാകാരനാണ് മാധവൻ നമ്പൂരി. ഔട്ട് വിശ്വരൂപ സംഗീതോത്സവം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇടയ്ക്കൊന്ന് മാറി നിന്നാലും ഈ വർഷം വീണ്ടും എൻ്റെ ചുമതലയിൽ കൂടെ നടത്താനുള്ള ഭാഗ്യം ഭഗവാൻ തന്നെ തന്നു. എല്ലാ ആശംസകളും ഭഗവാൻ അതൊരവസരം തന്നതിലും ഈ വിശ്വരൂപ സംഗീതോത്സവത്തിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ വക ആശംസകൾ നേരുന്നു. ഈ പരിപാടി തുടങ്ങുന്ന കാലം തൊട്ട് ഞാൻ ഇവിടത്തെ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇപ്പോൾ 2-3 വർഷം വരാൻ പറ്റില്ല, എനിക്ക് പരിപാടി ഉണ്ടായതുകൊണ്ട്. ഇരുന്നാലും വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തേണ്ട ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും, ഈ സംഗീതോത്സവത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഭഗവാന്റെ പ്രസന്ന പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് വെച്ച് നറുക്ക് ഇട്ട് ഒരു കുടത്തിൽ നറുക്ക് എഴുതി ഈ പ്രമുഖരായിട്ടുള്ള സംഗീതജ്ഞരുടെ എല്ലാം പേരുകൾ എഴുതി ആ പേരുകളിൽ നിന്നും ഭഗവാന്റെ ഇംഗിതമനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു പേരിനാണ്, ആ ഒരു വ്യക്തിക്കാണ് ഇവിടുത്തെ സംഗീത പുരസ്കാരം, വിശ്വരൂപ സംഗീത പുരസ്കാരം ലഭിക്കുന്നത്. ഈ വർഷം അത് ലഭിച്ചത് പ്രസിദ്ധ സംഗീതജ്ഞനായിട്ടുള്ള ശ്രീ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി സാറിനാണ്. വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. അന്ന് മുതൽ വളരെ ഗംഭീരമായി, വളരെ ഭക്തിപരമായി, എന്തെന്നില്ലാത്തൊരു ഈശ്വരീയത നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു സംഗീത ഉത്സവവും ഇതിൽ ഈ വർഷവും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ സംഗീതോത്സവം തുടങ്ങിയ അന്നു മുതൽ എനിക്കിതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത ശക്തിയുള്ള ഭഗവാനാണ്. എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ പറയാൻ സൗകര്യമല്ലോ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ എല്ലാ നന്മയ്ക്കും ഞാനിങ്ങനെ ഇപ്പോൾ പാടുകയാണെങ്കിൽ അതിനെല്ലാം എല്ലാ ഏകാദശിക്കും ഞാനിവിടെ പാടാറുണ്ട്. കുറേ എത്ര വർഷം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് അങ്ങനെ വരാൻ പറ്റുന്നില്ല. എല്ലാ ഏകാദശിക്കും നടയിൽ നിന്ന് ഞാൻ പാടും. പിന്നെ ഈ സംഗീതോത്സവത്തിൽ എല്ലാ വർഷവും എനിക്ക് പങ്കെടുക്കാൻ ഉള്ള മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശുദ്ധ സംഗീതം ആസ്വദിക്കുന്നതിന് ഉള്ള ഒരു മഹാവേദിയായിട്ടാണ് ഈ വിശ്വരൂപ സംഗീതോത്സവ വേദിയെ ഞാൻ കാണുന്നത്. എവിടെ ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭക്തിമയമായ ആ കീർത്തനങ്ങൾ ആലപിക്കുന്നിടത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും എന്നാണ് സങ്കല്പം. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന, ഇത്തരത്തിലൊരു വേദി ഒരുക്കുവാൻ വേണ്ടി ഉത്സാഹം കാണിച്ച ക്ഷേത്രത്തിലെ ഭാരവാഹികളോടും ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരോടും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.